ഹലോ എവറി വൺ, ഇറ്റ്സ് മീ ബാസിത്ത് കോട്ടപ്പുറം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്ലാക്ക് സ്പ്രിംഗ് എന്നുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു അമേരിക്കൻ നോവലാണ്. അതിൻ്റെ റിവ്യൂ ആണ്. അത് എഴുതിയിട്ടുള്ളത് ഹെൻറി മാർട്ടിൻ എന്ന ഒരു എഴുത്തുകാരനാണ്. ഇതിൻ്റെ റിവ്യൂ എഴുതിയിട്ടുള്ളത്, നോവൽ എഴുതിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഹെൻറി മില്ലറാണ്. ഹെൻറി മില്ലർ, one of the finest writers America has produced in the last century. ഇവിടെ ഒരു ഇസ് മിസ്സായിട്ടുണ്ട് കേട്ടോ. ഹെൻറി മില്ലർ ഈസ് വൺ ഓഫ് ദ എന്നുള്ളത് മിസ്സായിട്ട് സാരല്ല. അപ്പോൾ അറിയാലോ, അമേരിക്ക പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വളരെ നല്ല ഒരു റൈറ്ററാണ് ഹെൻറി മില്ലർ. വെൻ ഹിസ് നെയിം കംസ് അപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് വരുന്ന സമയത്ത് മോസ്റ്റ് റീഡേഴ്സ് അസോസിയേറ്റ് മില്ലർ വിത്ത് സെക്സ് സ്കാൻഡൽസ്, പോർണോഗ്രഫി. ഈ 3 ഐറ്റംസ് ആയിട്ടാണ് മില്ലറിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാറുള്ളത് അധിക റീഡേഴ്സും. ദിസ് ഈസ് മോസ്റ്റ്ലി ഡ്യൂ ടു ദ പ്രസ് അറ്റൻഷൻ ഗിവൻ ടു ഹിസ് 2 ബുക്സ്. അദ്ദേഹത്തിൻ്റെ 2 ബുക്സുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രസ് അറ്റൻഷൻ കാരണത്താലാണ് ഇത് കൂടുതലും അങ്ങനെ സംഭവിക്കുന്നത്. ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നീ 2 ബുക്സുകളാണ്. അത് കാരണത്താലാണ് അങ്ങനെ സംഭവിക്കുന്നത്. ദർ ഈസ് ഹവർ, എന്നിരുന്നാലും, മച്ച് മോർ ടു മില്ലർ ദാൻ ദീസ് 2 ബുക്സ്. ഈ 2 ബുക്സുകളേക്കാൾ വളരെ കൂടുതലുള്ള, വളരെ നല്ല ആശയങ്ങളുള്ള പുസ്തകങ്ങൾ മില്ലർക്ക് ഉണ്ട്. ദെൻ മില്ലേഴ്സ് ലൈഫ് വർക്ക് ക്യാൻ ബി ബ്രോക്കൺ ടു 3 സെപ്പറേറ്റ് കാറ്റഗറീസ്. 3 വ്യത്യസ്ത കാറ്റഗറിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് മില്ലറിൻ്റെ വർക്ക്. സെക്സ്, സറിയലിസം ആൻഡ് ഫിലോസഫി, ഈ 3 ഐറ്റംസ്. ദ വർക്ക്സ് ദാറ്റ് മേക്ക് അപ്പ് ദീസ് 3 കാറ്റഗറീസ്, ഈ 3 കാറ്റഗറികളെ ഉണ്ടാക്കുന്ന വർക്ക്സ് ഡി നോട്ട് കം ഇൻ എ ക്രൊണോളജിക്കൽ ഓർഡർ, ഒരു ഓർഡറിലൊന്നല്ല വന്നിട്ടുള്ളത്. ഈവൻ ദോ ഹിസ് ലേറ്റർ വർക്ക്സ് ആർ മച്ച് മോർ ഫിലോസഫിക്കൽ. അദ്ദേഹത്തിൻ്റെ മറ്റു പിന്നീടുണ്ടായിട്ടുള്ള വർക്കുകൾ കൂടുതൽ ഫിലോസഫിക്കലാണെങ്കിലും, നെവർതലെസ്, എന്നിരുന്നാലും, വെൻ ഐ സേ സെക്സ്, സെക്സിനെ പറ്റി പറയുമ്പോൾ ഐ ഡു നോട്ട് മീൻ ഒബ്സീനിറ്റി, അശ്ലീലതയല്ല ഉദ്ദേശിക്കുന്നത്. മില്ലേഴ്സ് റൈറ്റിംഗ് ഈസ് ഡോർഡ് വിത്ത് സെക്സുകളുള്ള ഒരു ഇത് തന്നെയാണ്, ബട്ട് നോട്ട് സെക്സ് ഫോർ സെക്സ് വാല്യൂ. സെക്സിൻ്റെ വാല്യൂവിന് വേണ്ടിയിട്ടുള്ള സെക്സ് അല്ല, അതിനുവേണ്ടി മാത്രമുള്ള എല്ലാം ഉള്ളതല്ല. ഇറ്റ്സ് സെക്സ് ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദ സ്റ്റോറി, സ്റ്റോറിയുടെ ഭാഗമായിട്ടുള്ളൊരു സെക്സാണ്. നോട്ട് ദ അതർ വേ റൗണ്ട്, മറ്റു വേലല്ല എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലായിട്ട് എന്ന് വിചാരിക്കുന്നു. അൺലൈക്ക് ഹിസ് അതർ ബുക്സ്, അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾക്ക് വിരുദ്ധമായി ബ്ലാക്ക് സ്പ്രിംഗ് സ്റ്റാൻഡ്സ് അലോൺ, അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. കവറിങ് എ പീരിയഡ് ഓഫ് മില്ലേഴ്സ് ലൈഫ് നോട്ട് ഓഫൻ ഡിസ്കസ്ഡ് ഇൻ ഹിസ് അതർ വർക്ക്സ്, അത് മില്ലറിൻ്റെ ജീവിതത്തിലെ ഒരു പീരിയഡ് തന്നെ കവർ ചെയ്യുന്നുണ്ട്. അത് മറ്റു പുസ്തകങ്ങളിൽ അത്രത്തോളം കണ്ട് ചർച്ച ചെയ്തിട്ടില്ല, പക്ഷേ ഇതിലത് ചർച്ച ചെയ്യുന്നു. ഹിസ് ഏർലി ഇയേഴ്സ്, അദ്ദേഹത്തിൻ്റെ ആദ്യകാല വർഷങ്ങൾ. ഇറ്റ്സ് ഓൾസോ അൺഡൗട്ട്ലി, നിസ്സംശയം, ഹിസ് മോസ്റ്റ് സറിയൽ വർക്ക്, സറിയലായിട്ടുള്ള ഒരു വർക്കാണ്. ബൈ സറിയൽ ഐ മീൻ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദാറ്റ് നോട്ട് ഓൺലി ഇറ്റ് ടച്ചസ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സറിയലിസം, സറിയലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ടച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ബട്ട് ദാറ്റ് ഇറ്റ്സ് എ വർക്ക് റീഡിൽഡ് വിത്ത് സറിയൽ ഇമാജറി ഉള്ള ഒരു വർക്കാണത്. ഇൻ ബ്ലാക്ക് സ്പ്രിംഗ് ദിസ് ഇമാജറി ഈസ് മില്ലേഴ്സ് ഗ്രേറ്റസ്റ്റ് അസറ്റ്. ബ്ലാക്ക് സ്പ്രിങ്ങിൽ ഈ മില്ലറിൻ്റെ ഇമേജറിയാണ്, ഈ സങ്കല്പമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ദ 14th വാർഡ് ഈസ് ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഓഫ് ബ്ലാക്ക് സ്പ്രിംഗ്. ബ്ലാക്ക് സ്പ്രിങ്ങിലെ ആദ്യത്തെ ചാപ്റ്റർ ദ 14th വാർഡ്, അതാണ്. An opening chapter into the intimate life of
ഹെൻറി മില്ലർ. ഹെൻറി മില്ലറിൻ്റെ ആഴത്തിലുള്ള ജീവിതത്തിലേക്ക് ഉള്ള ഒരു ചാപ്റ്ററാണിത്. ദിസ് ഈസ് എ ചാപ്റ്റർ വേർ ഹി ടോക്സ് അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പറ്റിയിട്ട്, ഹിസ് ഫ്രണ്ട്സിനെ പറ്റിയിട്ട്, ദ പീപ്പിൾ, ജനങ്ങളെ പറ്റിയിട്ടും, ആൻഡ് ദ സ്ട്രീറ്റ്സ് ഹി ഗ്രൂ അപ്പ് വിത്ത്, അദ്ദേഹം വളർന്ന സ്ട്രീറ്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഇറ്റ്സ് എ പെയിൻഫുൾ പ്ലേസ് യെറ്റ് എ സേഫ് ഹേവൻ. ഇതൊരു വേദനാജനകമായിട്ടുള്ളൊരു സ്ഥലമാണ്, എന്നാലും ഒരു സുരക്ഷിതമായിട്ടുള്ള സങ്കേതമാണ്. തേർഡ് ഓർ ഫോർത്ത് ഡേ ഓഫ് സ്പ്രിംഗ്, ദ സെക്കൻഡ് ചാപ്റ്റർ ഇൻ ബ്ലാക്ക് സ്പ്രിംഗ്. ബ്ലാക്ക് സ്പ്രിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഫ്ലക്ച്വേറ്റ്സ്, ഏറ്റക്കുറച്ചിലുണ്ടാക്കുന്നുണ്ട് ബിറ്റ്വീൻ ഹിസ് ചൈൽഡ്ഹുഡ് ഹോം ആൻഡ് ഹിസ് കറൻറ്റ് പ്ലേസ് ഇൻ ക്ലീഷി. ക്ലീഷിയിലുള്ള അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള സ്ഥലത്തിൻ്റെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള വീടിൻ്റെയും ഇടയിലൊരു ഇതുണ്ടാക്കുന്നുണ്ട്. വേർ ദിസ് ചാപ്റ്റർ ഓപ്പൺസ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹിസ് ഹോം. ഈ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയാണ്. ഇറ്റ് ഷിഫ്റ്റ്സ് ടു ദ ഒബ്സഷൻ വിത്ത് ദ വേ ഹ്യൂമനിറ്റി ഡിസ്ട്രോയ്സ് ഇറ്റ് സെൽഫ്, അല്ലേ? മാനുഷികത തകർച്ച നടത്തുന്ന ആ ഒബ്സഷനിലും അതുമായിട്ട് അതിലേക്കൊരു ഷിഫ്റ്റ് നടത്തുന്നുണ്ട്. ഹി നെവർ എൻഡിങ് ലിസ്റ്റ് ഓഫ് റോങ്സ് ഹി സീസ്. അദ്ദേഹം ഒരുപാട് തെറ്റുകൾ കാണുന്നുണ്ട്, അതിലോട്ടിങ്ങനെ പോകുന്നുണ്ടത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഐ എം തിങ്കിങ് ഓഫ് ദറ്റ് ഏജ് ടു കം വെൻ ഗോഡ് ഈസ് ബോൺ അഗെയിൻ, വെൻ men will fight and kill for God, as now and for a long time to come men are going to fight for food. അങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, one could argue that, ഒരാൾ വാദിച്ചേക്കാം, മില്ലർ വാസ് എ പെസിമിസ്റ്റ്. മില്ലർ ഒരു പെസിമിസ്റ്റ് ആയിരുന്നു, ഒരു എന്താ പറയുക, ഒരു ദോഷേകദ്രിക്കുന്ന പറയില്ലേ, അതായിരുന്നു, ഒരു പ്രതികൂലവാദി അതായിരുന്നു എന്ന് ആർഗ്യൂ ചെയ്തേക്കാം. ഐ ഡിസഗ്രി, ഞാൻ അത് ഡിസഗ്രി ചെയ്യുന്നു. മില്ലർ ഫോർ ദ മോസ്റ്റ് പാർട്ട്, മില്ലർ തൻ്റെ അധികവും എൻജോയ്ഡ് ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്, അതിൻ്റെ ജീവിതം അതിൻ്റെ പൂർണ്ണതയോടെ അദ്ദേഹം ആസ്വദിച്ചിട്ടുണ്ട് എന്നാണ്. Perhaps he foresaw what was in store around the corner. കോർണറിന് ചുറ്റുമുള്ള സ്റ്റോറിൽ എന്തായിരുന്നുവെന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരിക്കണം. Perhaps he foresaw the destruction WW2 എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ സെക്കൻഡ് ബ്രോട്ട് ഇൻ യൂറോപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഇത് തകർച്ചയെ കണ്ടിട്ടുണ്ടാവണം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതവിടെ കഴിയാണ് രണ്ടാം ചാപ്റ്ററിൻ്റെ. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് നോക്കാം. എ സാറ്റർഡേ ആഫ്റ്റർനൂൺ എന്നുള്ളതാണ് കേട്ടോ മൂന്നാമത്തെ ചാപ്റ്റർ. ഇസ് എ വണ്ടർഫുൾ പ്രൈസ് ടു ഫ്രാൻസ്. ഫ്രാൻസിനെ നന്നായി പൊക്കി പറയുന്നൊരു ചാപ്റ്ററാണത്. സ്പെൻഡിങ് ദ ഡേ ഓൺ ഹിസ് ബൈസിക്കിൾ, അദ്ദേഹത്തിൻ്റെ സൈക്കിളിൽ ദിവസം ചെലവഴിച്ചുകൊണ്ട് മില്ലർ ജോയ്ഫുള്ളി എക്സ്പ്ലോർസ് എവറിഥിങ് ഫ്രഞ്ച് ആൻഡ് സിങ്സ് ഹിസ് ആമറസ് ഹിംസ് ടു ദ ഫ്രഞ്ച് പീപ്പിൾ, ഹിസ് ന്യൂലി ഫോണ്ട് കൺട്രിമാൻ. അദ്ദേഹം ഫ്രഞ്ചിൽ വളരെയധികം ആഘോഷത്തോടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ചിലുള്ള എല്ലാം സന്തോഷത്തോടെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പ്രേമഭരിതമായിട്ടുള്ള ഭരിതമായിട്ടുള്ള പാട്ടുകൾ ഫ്രഞ്ച് ജനതയോട് അദ്ദേഹം പാടുന്നുണ്ട്. ഫ്രഞ്ച് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുതുതായി കണ്ടെത്തിയ ഫ്രഞ്ച് ജനത എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുതിയ നാട്ടുകാരാണ്. അങ്ങനെ ഹി ഫൈൻഡ്സ് ജോയ് ഇൻ ദ സിമ്പിൾ പ്ലഷർ ഓഫ് പിസിങ് ഇൻ ആൻ ഓപ്പൺ യൂറിനൽ. വളരെ കോമഡിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ദ സിമ്പിൾ പ്ലഷർ
എന്ത് ചെയ്യുന്നതിൽ ഒരു ഓപ്പൺ യൂറിനലിൽ പിസ് ചെയ്യാം. ആൻഡ് ഹിയർ റിക്കോൺസ് ക്വറ്റ് എ ഫ്യൂ ഓഫ് ദം, എന്നിട്ട് അവരോട് സംസാരിക്കുക, വിവരിക്കാം. ഓർ വിസിറ്റിംഗ് എ ടോയ്ലറ്റ്, പിന്നെന്ത് ചെയ്യുക, ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് വിസിറ്റ് ചെയ്യാം വിത്ത് എ ബുക്ക്, എന്തുമായിട്ട്, ഒരു പുസ്തകമായിട്ട്. അതിലൊക്കെ അധികം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം കണ്ടെത്തുന്നൊരു അവസ്ഥയാണ് ഉള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, നോ ഹാം ഐ സേ can never be done a great book by taking it with you to the toilet. Only the little books suffer thereby. Only the little books make as wipers എന്ന് പറയുന്നുണ്ട്. Then it's a chapter about French countryside. ഫ്രഞ്ച് ജനതയെ പറ്റിയുള്ളൊരു ചാപ്റ്ററാണ്. ടോയ്ലറ്റ്സ് അതിനെ പറ്റിയിട്ടും ആൻഡ് ഗ്രേറ്റ് ലിറ്ററേച്ചർ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ചാപ്റ്ററാണ്. നോട്ട് ആൻ എസ്സേ കോമ്പിനേഷൻ ടു പുൾ ഓഫ് ബട്ട് ഹി ഡിഡ് ഇൻ എപ്സെറ്റ്. ഒരു അങ്ങനത്തെ ഒരു ഐറ്റം അല്ല എന്നാണ്. ദെൻ ദ ഏഞ്ചൽ ഇസ് മൈ വാട്ടർമാർക്ക്, ദ ഫോർത്ത് ചാപ്റ്റർ ഇൻ ബ്ലാക്ക് സ്പ്രിംഗ്, നാലാമത്തെ ചാപ്റ്ററാണ്. ദിസ് ഇസ് എ സ്റ്റാൻഡ് അലോൺ പീസ് വിച്ച് ക്രോണിക്കൽസ് മില്ലേഴ്സ് അറ്റംപ്റ്റ് അറ്റ് എ വാട്ടർ കളർ പെയിൻറ്റിങ്. അദ്ദേഹം വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് വേണ്ടിയൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇതാണ്. Those of you not familiar with Miller may not know this about him, but he was a prolific and pretty good watercolor artist. മില്ലറിനെ പറ്റി ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അദ്ദേഹം വളരെ പ്രൊലിഫിക്കായിട്ടുള്ള വളരെ നല്ല ഒരു വാട്ടർ കളർ ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം. ഐ ബിലീവ് ഇറ്റ്, ഞാൻ വിശ്വസിക്കുന്നു, ഒറിജിനലി സ്റ്റാർട്ടഡ് ആസ് എ വേ ടു മേക്ക് മണി. അദ്ദേഹം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ലേറ്റർ ഇറ്റ് വാസ് ഡൺ പ്യൂർലി ഔട്ട് ഓഫ് ജോയ്. പിന്നെ അദ്ദേഹം തീർച്ചയായും ഇത് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇൻ ലേറ്റർ ഇയേഴ്സ്, പിന്നീടുള്ള വർഷങ്ങളിൽ, വെൻ മില്ലർ സെറ്റിൽഡ് ഇൻ ബിഗ് സർ, അവിടെ സെറ്റിൽ ചെയ്തപ്പോൾ, ഹി യൂസ്ഡ് ടു റാപ്പ് ബുക്സ് ഇൻ ഹിസ് വാട്ടർ കളേഴ്സ്. അദ്ദേഹത്തിൻ്റെ വാട്ടർ കളറുകളിൽ അദ്ദേഹം പുസ്തകം പൊതിയാറുണ്ടായിരുന്നു. ആൻഡ് സെൻഡ് ദ ബുക്സ് ടു ഹിസ് ഫാൻസ് ആൻഡ് സപ്പോർട്ടേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഫാൻസിനും സപ്പോർട്ടേഴ്സിനുമൊക്കെ ആ പുസ്തകങ്ങൾ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. സിൻസ് ദെൻ സം ഓഫ് ഹിസ് വാട്ടർ കളേഴ്സ് സോൾഡ് ഫോർ ഇൻസെയിൻ എമൗണ്ട്സ് ഓഫ് മണി. അപ്പോൾ മുതൽക്കും അദ്ദേഹത്തിൻ്റെ ചില വാട്ടർ കളേഴ്സൊക്കെ വിൽക്കപ്പെട്ടതും വളരെ ഭ്രാന്തമായിട്ടുള്ള പൈസകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്രക്കും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത അത്രയും പൈസക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാട്ടർ കളറുകൾ പിന്നീട് വിൽക്കപ്പെട്ടത്. ആൻഡ് ലേറ്റർ there was a limited run of hand signed serigraphs. അതുണ്ടായിരുന്നു. Being a sucker for Miller, I own one of them, really the blues. നമ്മുടെ ഈ റിവ്യൂ എഴുതിയ ആൾ അദ്ദേഹം അതിലൊന്ന് ഒരു സെറിഗ്രാഫ് ഓൺ ചെയ്യുന്നുണ്ട്. The nice thing about the serigraphs, aside from being limited edition and hand-signed, is that each one of them is unique in color composition. സെറിഗ്രാഫിനെ പറ്റി പറയുകയാണ്. അതിൽ ഓരോന്നും എന്താണ് കളർ കമ്പോസിഷനിൽ വളരെ വ്യത്യസ്തമാണ്. Back to the story at hand. After waking up and feeling like creating something, ഉറങ്ങി എണീച്ചപ്പോൾ എന്തോ ക്രിയേറ്റ് ചെയ്യാൻ തോന്നുകയാണ്. മില്ലർ ഈസ് അറ്റാക്ക്ഡ് ബൈ എ മ്യൂസ്. ഒരു ചിന്ത മില്ലറിനെ അറ്റാക്ക് ചെയ്യുന്നു, ഒരു മ്യൂസ്. ഹി കോൾസ് ഇറ്റ് ഡിക്റ്റേഷൻ എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. എ പ്രോസസ് വേർ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് കം ടു ഹിം സോ ഫാസ്റ്റ്. വേർഡ്സും സെൻറ്റൻസുകളൊക്കെ അദ്ദേഹത്തിലോട്ട് വളരെ പെട്ടെന്ന് വരുന്നു. ഹി ഹാസ് എ ഹാർഡ് ടൈം കീപ്പിംഗ് അപ്പ് ആൻഡ് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. അത് കീപ്പ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കുറച്ച് സമയമുള്ളൂ. ഹാർഡായിട്ടുള്ളൊരു ടൈമാണ്. ദിസ് ലാസ്റ്റ് ഫോർ മെനി അവേഴ്സ്. ഒരുപാട് മണിക്കൂറുകൾ ഇതിങ്ങനെ നീണ്ടു നിൽക്കുന്നു.
ഡ്യൂറിങ് വിച്ച് ഹി അറ്റംപ്റ്റ്സ് ടു ടേക്ക് എ ബ്രേക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ അദ്ദേഹം വിചാരിക്കുന്നു. ഗോസ് ഔട്ട്, പോകുന്നു, ആൻഡ് ഈറ്റ്സ് സംതിങ്, എന്നിട്ട് എന്തോ കഴിക്കുന്നു. ബട്ട് ദ ഡിക്റ്റേഷൻ കണ്ടിന്യൂസ്. അതേസമയം ആ ഡിക്റ്റേഷൻ കണ്ടിന്യൂ ആയി കൊണ്ടേയിരിക്കുന്നു. ഹി റൈറ്റ്സ് ഓൺ ദ ടേബിൾ ക്ലോത്ത്സ്. ആ സമയത്ത് ടേബിളിലെ ക്ലോത്തിലൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഗോസ് ഹോം, വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ്, അപ്പോഴും അത് തുടരുന്നുമുണ്ട്. ബൈ ദ ടൈം ഇറ്റ്സ് ഓവർ, അത് കഴിയുന്ന സമയത്ത് വിത്ത് ഹി ഈസ് ടയേർഡ് ആൻഡ് വോൺ ഔട്ട്, അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. ദെൻ സീയിങ് എ പാംപ്ലെറ്റ് വിത്ത് പെയിൻറ്റിങ്സ് ബൈ ഇൻമേറ്റ്സ് ഇൻ ആൻ ഇൻസെയിൻ ആസ്ലം, ഒരു ഭ്രാന്താലയത്തിലെ അന്തേവാസികൾ എന്നുള്ള പെയിൻറ്റിങ്ങുകൾ, അതിലൊരു പാംപ്ലെറ്റ് കണ്ടുകൊണ്ട് ഹി റിയലൈസസ് ദാറ്റ് ദിസ് ഹോൾ ടൈം ഹി റിയലി വാണ്ടഡ് ടു ക്രിയേറ്റ് എ പെയിൻറ്റിങ്. അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഈ സമയം മൊത്തം ഒരു പെയിൻറ്റിങ് നിർമ്മിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആൻഡ് സോ ഹി ബിഗിൻസ്, അങ്ങനെ അദ്ദേഹം തുടങ്ങുന്നു. വിത്ത് എ ഹോഴ്സ് ഓഫ് ഓൾ തിങ്സ്, എല്ലാം ഉള്ള ഒരു ഹോഴ്സ് കൊണ്ടും. നോട്ട് ഹാവിങ് എനി പിക്ചർ ഓഫ് എ ഹോഴ്സ്, ഒരു ഹോഴ്സിൻ്റെ ഒരു കുതിരയുടെ ഒരു പിക്ചറില്ലാതെ ഹി ഡ്രോസ് ഫ്രം മെമ്മറി, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്നും അതിന് ഒരു കുതിരയെ വരക്കുന്നു. ഹി കണ്ടിന്യൂസ് വിത്ത് ദ ഡ്രോയിങ്, അങ്ങനെ ഡ്രോയിങ് തുടരുന്നു. മേക്കിംഗ് ഇറ്റ് മോർ ആൻഡ് മോർ എലോബറേറ്റ്, അതിനെ കൂടുതൽ ഇങ്ങനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ത്രോയിങ് തിങ്സ് ഇൻ ദർ, അതിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചേർത്തുകൊണ്ട്. ദാറ്റ് ഹാവ് നോ പ്ലേസ് ഇൻ ദ ഒറിജിനൽ ഐഡിയ, ഒറിജിനലി അദ്ദേഹം വരയ്ക്കാൻ വിചാരിച്ചതിൽ യാതൊരു പ്ലേസും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ അതിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ബ്രിഡ്ജ് ഉണ്ട്, മാൻ ഉണ്ട്, ട്രീസ്, ഹൗസസ്, മൗണ്ടെയിൻ എല്ലാം ഉണ്ട്. Here he inserts an angel above his horse. അദ്ദേഹത്തിൻ്റെ കുതിരയ്ക്കു മുകളിൽ ഇപ്പോൾ ഒരു മാലാഖയെ ചേർത്തിട്ടുണ്ട്. ദ പീസ് ഇവഞ്ച്വലി ഇവോൾവ്സ് ഇൻ ടു സംതിങ്. അങ്ങനെ ആ പീസ്, ആ ചിത്രം അവസാനം എന്ത് ചെയ്യുന്നു, മറ്റൊരു ഒന്നിലേക്ക് പരിണമിക്കുകയാണ്. സംതിങ് entirely different from Miller's original intention. മില്ലറിൻ്റെ ഒറിജിനൽ തീരുമാനത്തിൽ നിന്നും വിചാരത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നിലേക്കത് അങ്ങനെ ആ ചിത്രം മാറുന്നു. ആൻഡ് സോ ഡസ് ദ സ്റ്റോറി, അങ്ങനെ സ്റ്റോറിയും. ഇറ്റ് ഈസ് നോ ലോങ്ങർ അബൌട്ട് പെയിൻറ്റിങ്, ഇപ്പോൾ അത് പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളതല്ല, about ഹോഴ്സസിനെ പറ്റിയിട്ടുള്ളതല്ല, or about anything that might be on the canvas, ക്യാൻവാസിലുള്ള ഒന്നിനെയും പറ്റിയിട്ട് ഉള്ളതല്ല. And there were many things taking appearance only to be transformed or covered entirely. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒന്നിരിക്കൽ അത് ട്രാൻസ്ഫോംഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ കവർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് നൗ എബൌട്ട് മില്ലർ, ഇതിപ്പോൾ മില്ലറിനെ പറ്റിയിട്ടാണ്. എബൌട്ട് ഹ്യൂമനിറ്റി, മാനവികതയെ പറ്റിയിട്ടാണ്. എബൌട്ട് ഏഞ്ചൽസ്, മാലാഖമാരെ പറ്റിയിട്ടാണ്. ആഫ്റ്റർ റൂയിനിങ് ദ പെയിൻറ്റിങ് നശിപ്പിച്ചതിന് ശേഷം ഹി ഡിസൈഡ്സ് ടു വാഷ് ഇറ്റ് ഇൻ എ സിങ്കിൽ വെച്ച് അത് കഴുകാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. സ്ക്രബ് ചെയ്യാനും ആൻഡ് ലേ ഇറ്റ് ഓൺ ഹിസ് ഡെസ്ക്, അദ്ദേഹത്തിൻ്റെ ഡെസ്കിൻ്റെ മേലിൽ കടത്താനൊക്കെ വിചാരിക്കുന്നു. ദ സ്റ്റോറി ടേക്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടേൺ. ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു നീക്കം നടത്തുകയാണ് സ്റ്റോറി. ആൻഡ് മില്ലർ ഷൈൻസ് ഇൻ ഹിസ് സറിയൽ മോണോലോഗ് ഫോർ 3 pages, 3 പേജുകളോളം തൻ്റെ സറിയൽ ആയിട്ടുള്ള ആ മോണോലോഗിൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻ ദ എൻഡ്, അവസാനത്തിൽ, ദിസ് ഈസ് ആസ് മച്ച് എബൌട്ട് ദ പെയിൻറ്റിങ് ആൻഡ് ഇറ്റ്സ് എബൌട്ട് മില്ലർ ഹിംസെൽഫ്. അവസാനത്തിൽ ഇത് മില്ലറിനെ പറ്റിയിട്ട് തന്നെയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഇംപാലൻസ്, ഓഫ് ഇൻറ്റേർണൽ സ്ട്രഗിൾ, ആന്തരികമായിട്ടുള്ള സ്ട്രഗിളിൻ്റെ ഒരു ഇംപാലൻസിനെ പറ്റിയാണ്. ആൻഡ് സച്ച് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമാണ്. ദെൻ
The Tailor Shop is the 5th chapter, and here we are offered a glimpse into his early adult years. അദ്ദേഹത്തിൻ്റെ അഡൽട്ടായിട്ടുള്ള ആദ്യകാലത്തെ വർഷങ്ങളിലേക്കൊരു നോട്ടം അദ്ദേഹം നമ്മെ കൊണ്ട് നടത്തിപ്പിക്കുന്നു. അറ്റ് ഫസ്റ്റ് മില്ലർ സെറ്റ് ദ സീൻ ഉണ്ടാക്കുന്നത് അവിടെ സീൻ സെറ്റ് ചെയ്യുന്നത് ഹിസ് ഫാദേഴ്സ് ടൈലർ ഷോപ്പാണ്. ഗ്രംബി കസ്റ്റമേഴ്സ്, ദേഷ്യം പിടിക്കുന്ന തിരക്കുള്ള കസ്റ്റമേഴ്സ്, ഹാഫ് വിറ്റ് ബ്രദർ ആൻഡ് ഹിസ് മദർ ഹു ഡസ് നോട്ട് ഹാവ് എ ക്ലൂ ഇല്ലാത്ത അമ്മ, അങ്ങനെയൊക്കെ. ഹീ സ്പെൻസ് എ ക്വയറ്റ് ബിറ്റ് ഓഫ് ടൈം, സമയം ചെലവഴിക്കുന്നത് അദ്ദേഹം ഓൺ ഹിസ് ഫാദേഴ്സ് കസ്റ്റമേഴ്സ്, തൻ്റെ അച്ഛൻ്റെ കസ്റ്റമേഴ്സിൽ സമയം ചെലവഴിക്കാറുണ്ട്. Often using them not only for background but also to express his disagreement with advancement. അതിന് വേണ്ടിയിട്ടാണ് തൻ്റെ അഡ്വാൻസ്മെൻറ്റ് ആയിട്ടുള്ള ഡിസഗ്രിമെൻറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ അഡ്വാൻസ്ഡുമായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒരു തരം പുതിയത്, മുന്തിയ ഇനം എന്നുള്ളൊരു കൺസെപ്റ്റാണല്ലോ. അതുമായിട്ടുള്ള തൻ്റെ താല്പര്യമില്ലായ്മ, ഡിസഗ്രിമെൻറ്റ്, അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. മില്ലർ ഈസ് ക്ലിയർലി ഷോയിങ് അഫെക്ഷൻ ഫോർ ദ ലെസ് ഫോർച്ചുനേറ്റ് ആസ് ഹി ഹാസ് ഡൺ ഇൻ മോസ്റ്റ് ഓഫ് ഹിസ് ബുക്സ്. അദ്ദേഹത്തിൻ്റെ മിക്ക പുസ്തകങ്ങളിലും ഉള്ളതുപോലെ മില്ലർ വളരെ ക്ലിയറായിട്ട് നിർഭാഗ്യരായിട്ടുള്ള ആളുകളോടൊരു വാത്സല്യം കാണിക്കുന്നുണ്ട്, അഫെക്ഷൻ കാണിക്കുന്നുണ്ട്. വൈൽ ഹി ത്രൈഷസ് ദ റിച്ച് ആൻഡ് പവർഫുൾ, ശക്തരും സമ്പന്നരുമായിട്ടുള്ള ആളുകളെ അദ്ദേഹം ആക്രമിക്കുമ്പോൾ ഹി എംബ്രേസസ് ദ എവ്രിഡേ മാൻ, സാധാ ജനങ്ങളെ അദ്ദേഹം സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്, അവരെ വാഴ്ത്തുകയാണ്. ഇൻ ഫ്രാൻസ് മില്ലർ ഫോണ്ട് ഹിസ് പീസ്. ഫ്രാൻസിൽ മില്ലർ തൻ്റെ സമാധാനം കണ്ടെത്തുന്നുണ്ട്. ഹി ഫോണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എ സൊസൈറ്റി ദാറ്റ് ഹി കുഡ് എംബ്രേസ്. അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റിയുള്ള ഒരു സൊസൈറ്റി ഇത് കണ്ടെത്തിയതായിട്ട്, മനസ്സിലായതായിട്ട് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. ഹിസ് ടോർമെൻറ്റഡ് വ്യൂ ഓഫ് സെൽഫ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ഇതായിരുന്നു അമേരിക്കയിൽ. അത് ഇപ്പോൾ ഇതുണ്ട്, ഹാസ് ഫൈനലി ക്ലിയർഡ്, അത് ക്ലിയർ ആയിട്ടുണ്ട്, ഇപ്പോൾ ഉഷാറായിട്ടുണ്ട്. ആൻഡ് ഹി ട്രൂലി എൻജോയ്ഡ് ലൈഫ്. ഇപ്പോൾ അദ്ദേഹം ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിൽ. ഹിസ് റൈറ്റിംഗ് ഹിയർ ഈസ് മച്ച് മോർ കാം. ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്ത് കുറച്ചുകൂടി ശാന്തമാണ്. മച്ച് മോർ പിക്ചറിസ്ക്, അതുമാണ്. പിക്ചറിസ്ക് എന്ന് പറഞ്ഞാൽ വിഷ്വലി അട്രാക്റ്റീവ് എന്ന് പറയും, കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. കുറച്ചും കൂടി ശാന്തമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. ദ ഹാബിറ്റ്സ്, ദ വേസ്, അവരുടെ ഹാബിറ്റ്സുകൾ, അവരുടെ വഴികൾ ഒക്കെ. വെറാസ് ഹി സോ ഹിംസെൽഫ് ആസ് ആൻ ഇൻഡിവിജ്വൽ. ഇവിടെ അതേസമയം അദ്ദേഹത്തെ ഒരു വ്യക്തിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇൻ അമേരിക്ക ഹി സോ ഹിംസെൽഫ് ആസ് പാർട്ട് ഓഫ് എ മെഷീൻ. ഒരു യന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. എ മെഷീൻ ഹി ഹാഡ് നോ ഡിസൈർ ടു ബി എ പാർട്ട് ഓഫ്. ആ യന്ത്രം അദ്ദേഹം ഒരിക്കലും ആ യന്ത്രത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ജാബബിൾ കോൺസ്റ്റൻസ്, ദ 6th chapter ഈസ് എ റാദർ എക്സെൻട്രിക്. അത് കുറച്ചും കൂടി അസാധാരണമാണ്, ഭ്രാന്തമാണ്. ഇമാജിനറി റിച്ച് പീസാണ്, വിത്ത് വെരി സറിയൽ സെറ്റിങ്സും ഉണ്ട്. അതിന് യാഥാർത്ഥ്യമില്ലാത്ത കുറേ സെറ്റിങ്സ് ഉണ്ട്. Since most of the story itself is comprised of a dialogue, അധിക സ്റ്റോറിയും ഒരു ഡയലോഗ് കംപ്രൈസ് ചെയ്തിട്ടുണ്ട്. It's impossible to quote a single paragraph without taking it out of context. അങ്ങനെയില്ലാതെ ഒരു പാരഗ്രാഫിനെ കോട്ട് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. This piece nevertheless, എന്നിരുന്നാലും, is thought provoking ആണ് in its own way. ഇതിൻ്റേതായ വഴിയിൽ വളരെ ചിന്താദീപകമാണ്. ജാബബോൾ ഈസ് ആൻ എക്സെൻട്രിക് ആർട്ടിസ്റ്റാണ് അദ്ദേഹം.
or perhaps he only serves as a metaphor for one of Miller's alter egos. അങ്ങനെയുമാവാം. In the end, അവസാനത്തിൽ he is laid to rest, which could also mean Miller's own departure from one period of his life into another. മില്ലറിൻ്റെ ജീവിതം തന്നെ ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലോട്ട് യാത്രയാകുന്നതിൻ്റെ ഒരു ഇതും അതിൽ വന്നേക്കാം. നെക്സ്റ്റ്, ഇൻ ടു ദ നൈറ്റ് ലൈഫ്. ദ 7th chapter കണ്ടിന്യൂസ് മില്ലേഴ്സ് സറിയൽ മോണോലോഗ്. അങ്ങനെ സറിയലായിട്ടുള്ള മോണോലോഗ് തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ ദിസ് വൺ മോസ്റ്റ്ലി ഡീൽസ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ഇൻ അവർ മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ഓഫേഴ്സ് ആൻ അൺലൈക്ലി ക്രിറ്റിസിസം ഓഫ് സിവിലൈസേഷൻ. അത് നടത്തുന്നുണ്ട്, ഒരു വിമർശനം അങ്ങനെ. ആൻഡ് കണ്ടിന്യൂസ് വിത്ത് എ ഡിസ്റ്റർബിങ് ഇമാജറി ഫുൾ ഓഫ് സിംബോളിസം. എന്നിട്ട് ഒരു തരം ശല്യപ്പെടുത്തുന്ന സിംബോളിസത്തിൻ്റെ ഇമേജറി അതിലൂടെ ഇങ്ങനെ അത് തുടർന്നു പോകുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മില്ലർ സീസ് ഹിംസെൽഫ് ടോർച്ചേർഡ് ഇൻ വാരിയസ് റൂംസ്. വ്യത്യസ്തമായ റൂമുകളിൽ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട്. ഫൈറ്റിംഗ് ഓഫ് ദ ഡീമൻസ് ദാറ്റ് പണിഷ് ഹിം. രാക്ഷസന്മാർ, ഡീമൻസ്, അവരെ അദ്ദേഹത്തെ പണിഷ് ചെയ്യുന്നുണ്ട്. വൈൽ ഡിഫൈനിങ് ഹിസ് ഡിസയർ ടു ബി എ ന്യൂ മാൻ. ഒരു പുതിയ മനുഷ്യനാകാൻ ഉള്ള ഒരു ഡിസയർ നൽകുന്നുണ്ട്. എ മാൻ ലീവിങ് ഹിസ് പാസ്റ്റ് ബിഹൈൻഡ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ പിന്നിൽ വിടണം. എന്നിട്ട് പുതിയൊരു മനുഷ്യനാകാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം അതിൽ ഉണ്ടാക്കുന്നുണ്ട്. യെറ്റ് ഇറ്റ്സ് മച്ച് മോർ. ഇറ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ ഫോർ പേജസ്. അത് പേജുകളോളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ടച്ചിങ് അപ്പോൺ പാസ്റ്റ് ഇൻജസ്റ്റിസ്. അത് പഴയകാലത്തെ അനീതികളെ അതിങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ മിസ്റ്റേക്സിനെയും ഹി യൂസസ് ദ ഇമേജ് ഓഫ് എ സെമിത്തേറി. ഒരു സെമിത്തേരിയുടെ ഇമേജ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. കൺവേർട്ടഡ് ടു എ ഗാർഡൻ. അതൊരു ഗാർഡനായി മാറിയിട്ടുണ്ട് ആ സെമിത്തേരി. അത്തരം ഒരു സെമിത്തേരി വിച്ച് ഫീഡ്സ് ദ എൻറ്റയർ നെയ്ബർഹുഡിനെ ഫീഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ അത്. ആസ് എ സിമ്പിൾ ഫോർ അബാൻഡനിങ് ദ പാസ്റ്റ് ആൻഡ് മൂവിങ് ഓൺ. എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാസ്റ്റിനെ ഒഴിവാക്കാം, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ട്. വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ചൈന. ദ 8th chapter addresses a period in between two millers. 2 മില്ലറുകൾ തമ്മിലുള്ള ഒരു പീരീഡിനെയാണ് 8th chapter അഡ്രസ്സ് ചെയ്യുന്നത്. ദ മില്ലർ ഓഫ് ഫ്രാൻസ് ആൻഡ് ദ മില്ലർ ഓഫ് അമേരിക്ക. അമേരിക്കയിലെയും ഫ്രാൻസിലെയും മില്ലറിനെ. വൈൽ സം മേ ഇൻ്റർപ്രറ്റ് ഹിസ് റൈറ്റിംഗ് ആസ് അമേരിക്ക ഹെയ്റ്റിംഗ്. ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അമേരിക്കൻ വിദ്വേഷമുള്ളതാണ്, അമേരിക്കയോട് എതിർപ്പുള്ളതാണ് എന്നൊക്കെ വിചാരിച്ചേക്കാം. ഐ ഡു നോട്ട് ബിലീവ് ഇറ്റ് സോ. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. മില്ലർ ഈസ് സിംപ്ലി ഡിസലൂഷൻഡ്. ഡിസലൂഷൻഡ് എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ്, നിരാശനാണ്. വിത്ത് ദി അമേരിക്കൻ ഹങ്കർ ഫോർ എവറിത്തിങ് ന്യൂ. എല്ലാം പുതിയത് വേണം എന്നുള്ള അമേരിക്കയുടെ ആ വിശപ്പിനോടുള്ള ആ കൺസെപ്റ്റിനോട് അദ്ദേഹം നിരാശനാണ്. ഹി ഡിസ്പൈസസ് ദ ഫാസെറ്റ്. ഫാസെറ്റ് എന്ന് പറയുമ്പോൾ ദ പ്രിൻസിപ്പൽ ഫേസ് ഓഫ് സംതിങ്, അതായത് മുഖ്യമായിട്ടുള്ളൊരു മുഖം, അതിനെ പുച്ഛിക്കുന്നു. ദ സ്ട്രൈവ് ഫോർ പെർഫെക്ഷൻ. പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള സ്ട്രൈവിനെയും സമരത്തെയും അതിനു വേണ്ടിയിട്ടുള്ള യത്നത്തെയും എന്ത് ചെയ്യുന്നു? പുച്ഛിക്കുന്നു. ആസ് പ്രൊമിസ്ഡ് ഐ വിൽ ടച്ച് അപ്പോൺ സറിയസ് ഇൻ മില്ലർ. അതിൽ പറയും എന്നാണ് പറയുന്നത്. ആസ് ദ സ്റ്റോറി പ്രോഗ്രസ്സസ്. സ്റ്റോറി പ്രോഗ്രസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. മില്ലർ കണ്ടിന്യൂസ് ദ തീം ഓഫ് ബീയിങ് ഫോറിനർ. എ ഫോറിനർ ഇൻ ഹിസ് ഓൺ കൺട്രി. അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തൊരു വൈദേശികനാകുന്നത് ഇതിലെ ആ തീം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഓഫ് നോട്ട് ഹാവിങ് എനിത്തിങ് ഇൻ കോമൺ വിത്ത് ഹിസ് ഫെല്ലോ കൺട്രിമെൻ. അദ്ദേഹത്തിൻ്റെ ഫെല്ലോ കൺട്രിമാനുമായിട്ട് കോമൺ ആയിട്ടൊന്നുമില്ലാതെ. യെറ്റ് നോട്ട് ഹാവിങ്, എന്നാൽ എനിത്തിങ് കോമൺ
വിത്ത് ഹിസ് ന്യൂ കൺട്രിമാൻ, പുതിയ കൺട്രിമാൻ ആയിട്ടുള്ള ആളുകൾ, പുതിയ ആളുകൾ, അവരുമായിട്ടും കോമൺ ആയിട്ട് ഒന്നും ഇല്ലാതെ. ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഹി ഈസ് എ ടോൺ സോൾ, അദ്ദേഹം ഒരു കീറപ്പെട്ട ആത്മാവാണ്. എ സോൾ ഇൻ എ ലിംബോ ബിറ്റ്വീൻ ടു കൾച്ചേഴ്സ് ആൻഡ് ടു കോണ്ടിനെൻറ്റ്സ്, രണ്ട് ഭൂഖണ്ഡങ്ങൾ, രണ്ട് കൾച്ചേഴ്സ് തമ്മിലുള്ള ഒരു മറക്കപ്പെട്ട ഇതിലുള്ള ഒരു ആത്മാവ്. വൺ വിച്ച് ഹി അബാൻഡൻഡ്, ഒന്ന് അദ്ദേഹം ഒഴിവാക്കിയതാണ്, അത് അമേരിക്കയാണ്. ആൻഡ് വൺ വിച്ച് ഹി ഹാസ് നോട്ട് യെറ്റ് ആക്സെപ്റ്റഡ് ഫുള്ളി, മറ്റൊന്ന് അദ്ദേഹം ഇതുവരെ സ്വീകരിക്കാത്ത ഒന്നുമാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളുണ്ട്, അമേരിക്കയുണ്ട്, അതുപോലെ ഫ്രാൻസ്, രണ്ടും രണ്ട് ഭൂഖണ്ഡങ്ങളാണ്. അതിൽ ഉള്ള ഒരു പ്രശ്നമാണ് അതിൽ പറയുന്നത്. ഹി ഈസ് ഈക്വലി സ്ട്രഗ്ലിംഗ് വിത്ത് ദ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഓഫ് യൂറോപ്പ്. അദ്ദേഹം അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്പിലുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള അന്തരീക്ഷത്തെ അതുമായിട്ടും അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വിതൗട്ട് സെയിങ് സോ, അങ്ങനെ പറയാതെ, ഹി ക്ലിയർലി ഹിയേഴ്സ് ദ വാർ ഡ്രംസ് ഡ്രമ്മിങ്. അദ്ദേഹം അത് പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ശരിക്കും കേൾക്കുന്നുണ്ട് വാർ ഡ്രമ്മുകൾ, അതിൻ്റെ ഡ്രമ്മിങ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ദിസ് ഈസ് 1934 to 1935 ആൻഡ് യൂറോപ്പ് ഈസ് ഇൻ ബിറ്റ്വീൻ ടു ഓഫ് ദ ബ്ലഡിയസ്റ്റ് വാർസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. യൂറോപ്പ് രണ്ട് വാറുകൾക്ക് അതിൻ്റെ ഇടയിലാണുള്ളത്. അതായത് രണ്ട് വാറുകൾ എന്ന് പറയുന്നത് വേൾഡ് വാർ ഫസ്റ്റ്, വേൾഡ് വാർ സെക്കൻഡ്, അത് ആ രണ്ടിൻ്റെയും ഇടയിലാണ്, ആ സമയത്താണുള്ളത്. ഹി ഈസ് നോട്ട് ഓബ്സസ്ഡ് വിത്ത് ദ വേൾഡ്സ് എൻഡ്, ലോകത്തിൻ്റെ അവസാനവുമായിട്ട് അദ്ദേഹം ഓബ്സസ്ഡ് ഒന്നല്ല, അതിനെ പേടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം. യെറ്റ് ഹിസ് റൈറ്റിംഗ് ഇസ് ഓഫൻ ലൈസ്ഡ് വിത്ത് സീൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്ത് അത് പലപ്പോഴും തകർച്ചയുടെ കാഴ്ചകളുമായിട്ട് ഇങ്ങനെ കെട്ടപ്പെട്ടതാണ്. തകർച്ചയുടെ കാഴ്ചകൾ അതിൽ നന്നായിട്ട് കാണുന്നുണ്ട്. പേളസ്ക്, ദ 9th chapter, 9th chapter is another surreal exploration into his youth. അദ്ദേഹത്തിൻ്റെ യുവത്വത്തിലേക്കുള്ള ഒരു എക്സ്പ്ലറേഷനാണ്. ദിസ് ടൈം എ മിക്സ് ബിറ്റ്വീൻ എ നൈറ്റ് ഔട്ട് ഓൺ ടൗൺ ആൻഡ് എ ന്യൂ ഡേർട്ടി തിങ്സ് ദാറ്റ് ഹി വിറ്റ്നസ്ഡ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. രണ്ടും തമ്മിലുള്ള ഇതാണ്. അദ്ദേഹം തൻ്റെ ഫ്രണ്ട്സുകൾക്കിടയിൽ ഡേർട്ടി തിങ്സ് കണ്ടിട്ടുണ്ട്, അതിൻ്റെയും പിന്നെ ഒരു നൈറ്റ് ടൗണിലെ നൈറ്റും അതുമായി ഉള്ള ഒന്നാണ്. ഐ എം നോട്ട് ഷുവർ ഹൗ മച്ച് ഓഫ് ദ ലാറ്റർ ഈസ് ട്രൂ. രണ്ടാമത് പറഞ്ഞ കാര്യം അത്രത്തോളം ശരിയാണോ എന്നറിയില്ല, പക്ഷേ ബട്ട് ദർ ഈസ് സംതിങ് സ്റ്റഫ് ദാറ്റ് മേക്സ് യു വണ്ടർ. പക്ഷേ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതിലുണ്ട്. ലൈക്ക് ഹിസ് ഫ്രണ്ട് സ്റ്റാൻലി, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സ്റ്റാൻലി, ഹു ഈസ് ഹയേർഡ് ടു ക്യാരി എ സ്റ്റിൽബോൺ. സ്റ്റിൽബോൺ എന്ന് പറഞ്ഞാൽ ചാപ്പിള്ള, ഒരു ചാപ്പിള്ളയെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ചെയ്യുന്നുണ്ട് ടു ദ സെമിത്തേരി ഗ്രൗണ്ട്സ്, അതിലോട്ട് ത്രോയിങ് ദ ബോഡി ഓവർ ബോർഡ്, ബോഡി എന്നിട്ട് മുകളിലോട്ട് എറിയ ഫ്രം എ ഫെറി, ഒരു ഇതിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, ഓർ ടു ദ സീവേഴ്സ്, അല്ലെങ്കിൽ അഴുക്കുചാലിലോട്ട്, ഇഫ് ദർ ഇസ് നോ ഫെറി, ഫെറി ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ച. ഹി ഓൾസോ ടച്ചസ് അപ്പോൺ ഹിസ് അഫെക്ഷൻ ഫോർ ടാൻഡമീലിയ. ടാൻഡമീലിയ എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്, അവരോട് അദ്ദേഹത്തിൻ്റെ വാത്സല്യം എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ടാൻഡമീലിയ എന്ന് പറഞ്ഞാൽ എ ക്രേസി ഓണ്ടാണ്, ഹു എൻറ്റഡ് അപ്പ് സാനിച്ച ഇൻ ആൻ ഇൻസെയിൻ അസിലം, ഒരു ഭ്രാന്താലയത്തിൽ, ഇൻ ദ ടൈലർ ഷോപ്പ് ചാപ്റ്റർ, അവിടെ അതിന് ആ സ്ത്രീയോടുള്ള അഫെക്ഷൻ, വാത്സല്യം. പിന്നൊരു കോട്ടാണ് അതിലുള്ള, ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഈസ് ഹീ ഹൂ കോൺക്വേഴ്സ് ദ റൊമാൻറ്റിക് ഇൻ ഹിംസെൽഫ്. സ്വന്തത്തിലുള്ള റൊമാൻറ്റിക്കിനെ കീഴടക്കുന്ന ഒരാളാണ്
വലിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഈസ് എ ലൈൻ, അതൊരു ലൈനാണ്, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കോൺടെക്സ്റ്റ് ആണത്. വിത്തിൻ എ സബ് സ്റ്റോറി അബൌട്ട് എ മെൻ ഹൂസ് വൈഫ് ചീറ്റഡ് ഓൺ ഹിം ആൻഡ് ഹൂ ഗോഡ് ഹിസ് പേ ബാക്ക് ഇൻ എ റാദർ ഡിസ്റ്റർബിങ് വേ. അങ്ങനെ ചെയ്ത വൈഫ് ചീറ്റ് ചെയ്തു, എന്നിട്ട് വളരെ ഡിസ്റ്റർബിങ് ഉള്ള ഒരു വഴിയിൽ അദ്ദേഹത്തിൻ്റെ പേ ബാക്ക് ഉണ്ടായി. നെവർതലെസ് ഇറ്റ്സ് എ ലൈൻ വിത്ത് പോണ്ടറിങ്, അതൊരു ലൈനാണ്, ചിന്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലൈനാണ്. എസ്പെഷ്യലി നോയിങ് ദാറ്റ് മില്ലർ ഹിംസെൽഫ് വാസ് എ ഹെൽപ്ലെസ് റൊമാൻറ്റിക്. നമ്മുടെ മില്ലർ തന്നെ വളരെ നിസ്സഹായനായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണ്, ചിന്തോദ്ദീപകമായിട്ടുള്ള, ചിന്തിക്കാൻ വക നൽകുന്ന ഒരു ലൈനാണത്. മെഗാലോപൊളിറ്റൻ മാനിയക്, ദ 10th ആൻഡ് ഫൈനൽ ചാപ്റ്റർ, 10ാമത്തെയും അവസാനത്തെയും ചാപ്റ്ററാണ്. ഓഫ് ബ്ലാക്ക് സ്പ്രിങ് ക്ലോസസ് ദ ബുക്ക്, ബ്ലാക്ക് സ്പ്രിങ്ങിനെ അത് ക്ലോസ് ചെയ്യുന്നു വിത്ത് എ ബാങ്, ബാങ് എന്ന് പറഞ്ഞ ഒരു പ്രഹരത്തോട് കൂടിയിട്ട്. ദിസ് ചാപ്റ്റർ ഈസ് എ ഫൈൻ അസോൾട്ട് ഓൺ സിവിലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഗോഡ്. ഈ ചാപ്റ്ററും ഒരു വളരെ നല്ലൊരു അസോൾട്ടിനാണ് എന്ന് പറഞ്ഞാൽ ചീത്തപറച്ചൽ അല്ലെങ്കിൽ ഒരു അക്രമം, അതൊക്കെയാണ്. ഓൺ സിവിലൈസേഷൻ, അതിന് നേരെ, ആൻഡ് ഇറ്റ്സ് ഗോഡ്, അതിൻ്റെ ഗോഡിന്. ഐ സേ ഇറ്റ്സ് ഗോഡ്, ഞാൻ പറയുന്നു അതിൻ്റെ ഗോഡ് എന്നുള്ളത്. ബിക്കോസ് മില്ലർ അപ്പിയേഴ്സ് ഫെയർലി റിലീജിയസ്, മില്ലർ വളരെ നന്നായി റിലീജിയസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട് ഇൻ ഹിസ് അതർ റൈറ്റിംഗ്. മറ്റ് റൈറ്റിങ്ങുകളിൽ മില്ലർ റിലീജിയസ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ഇവിടെ ഹൗവർ എന്നിരുന്നാലും ഹി ടേക്സ് ജാബ്സ്, ജാബ്സ് എന്ന് പറഞ്ഞാൽ പോക്ക് റഫ്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് ആക്കി പറയുക എന്നൊക്കെ പറയില്ല, ഒരു എന്താ പറയുക, ഒരു പരുക്കമായിട്ട് പൊക്കിയ, കുത്തി പറയാം. അറ്റ് ദ പബ്ലിക്ലി അഫേംഡ് ഗോഡ്, പബ്ലിക്കലി ആയിട്ടുള്ള നിയമിക്കപ്പെട്ടുള്ള ഗോഡ്, അതിന് നേരെ. അങ്ങനെ അവസാനം അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, നെവർ മോർ ഗോഡ് ദാൻ ഇറ്റ് ദ ഗോഡ്ലെസ് ക്രൗഡ് എന്ന്. പിന്നീട് പറയുന്നൊരു കാര്യം, അഡ്വാൻസ്മെൻറ്റ് ആൻഡ് മെക്കാനൈസേഷൻ രണ്ടും ഓഫ് സൊസൈറ്റിയുടെ പുരോഗതിയും അതേപോലെ യന്ത്രവൽക്കരണവും ഹാസ് ഓൾവേസ് ബീൻ എ സോ ഇൻ ഹിസ് ഐ, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അതൊരു വേദനയായിട്ടുണ്ട്, പെയിൻ ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ചാപ്റ്റർ ഇസ് നോ ഡിഫറെൻറ്റ്, ഈ ചാപ്റ്റർ ഒരു വ്യത്യാസം, അതിന് വ്യത്യസ്തമല്ല എന്നുള്ള ഒരു അർത്ഥത്തിന്. ഹി സീസ് ദ ഫ്യൂച്ചർ ആസ് ഇൻഹ്യൂമൻ, ഭാവിയെ അദ്ദേഹം ഒരു ഇൻഹ്യൂമനായിട്ടാണ് കാണുന്നത്, അതായത് മനുഷ്യരഹിതമായിട്ടുള്ളൊരു ഇതായിട്ട്. ഫുൾ ഓഫ് മിഷനറി ആയിരിക്കും, ആൻഡ് ഡിവോയ്ഡ് ഓഫ് ഹ്യൂമൻ കോണ്ടാക്റ്റ്, മനുഷ്യ കോണ്ടാക്റ്റുകൾ ഇല്ലാത്ത മിഷനറികളായിരിക്കും മൊത്തം ഉണ്ടാവുക എന്നുള്ള സത്യമാണല്ലോ അദ്ദേഹം പറയുന്നത് കുറേയൊക്കെ. ഹി സീസ് ചേഞ്ചസ് ദാറ്റ് ആർ ടു കം, വരാനിരിക്കുന്ന മാറ്റങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നു. ചേഞ്ചസ് വിച്ച് വിൽ മേക്ക് ദ വേൾഡ് എ വേഴ്സ് പ്ലേസ് ടു ലിവ് ഇൻ, അത് ലോകത്തെ ഒരു വേഴ്സായിട്ടുള്ളൊരു പ്ലേസാക്കി മാറ്റും, അവിടെ ജീവിക്കുക എന്നുള്ളത് വളരെ വേഴ്സായിട്ടുള്ളൊരു കാര്യമായിരിക്കും, അങ്ങനെ അത്രത്തോളം മാറ്റും. എ വേൾഡ് വിതൗട്ട് അഫെക്ഷൻ, സ്നേഹമില്ലാത്ത വാത്സല്യമില്ലാത്തൊരു ലോകമാകും അത്. ഹി പ്രീച്ചസ് ലവ് ഇൻസ്റ്റഡ്, അദ്ദേഹം പറയുന്നത് ലവ് എന്നാണ് പകരം. എ ലവ് ഗ്രേറ്റർ ദാൻ എനിത്തിങ് എ മാൻ ക്യാൻ ക്രിയേറ്റ്, ലവ് എന്നുള്ളത് ഏറ്റവും മഹത്തമാണ്, ഒരു മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയുന്ന എന്തിനേക്കാളും മഹത്വമായിട്ടുള്ള ഒന്നാണ് പ്രേമം, സ്നേഹം, ലവ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഓൾദോ ഐ ഹാവ് കോട്ടഡ് മോർ ദാൻ ഐ ഷുഡ് ഹാവ് ഓൾറെഡി, ഐ കനോട്ട് റെസിസ്റ്റ് കോട്ടിങ് ദ ഫൈനൽ പാരഗ്രാഫ്. അതെ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, ഇനി ഇതുകൂടി അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിയില്ല എന്ന്. ടുമോറോ you may bring about the destruction of your world. Tomorrow you may sing in paradise above
the smoking ruins of your world cities. But tonight I would like to think of one man, a lone individual, a man without a name or country, a man whom I respect because he has absolutely nothing in common with you, myself. Tonight I shall meditate upon that which I am. എന്ന് വളരെ മനോഹരമായ വാക്കുകളാണ് എന്ന് അദ്ദേഹം പറയുന്നതാണ് അവസാനമായിട്ട്. ഇനിയിപ്പോൾ ഇതിൽ ഇനി പറയാനുള്ളത് കഴിയാനായി. ഓവറാൾ ദിസ് ഈസ് ആൻ ഇംപ്രസീവ് ആൻഡ് ഹോണ്ടിങ് കളക്ഷൻ. ഈ ബ്ലാക്ക് സ്പ്രിങ് എന്നുള്ളത് വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ആകർഷണമായിട്ടുള്ള ഒരു കളക്ഷനാണ്. ഷോർലി മില്ലർ ഈസ് വെരി ഈഗോയിസ്റ്റിക്, ബട്ട് ഇറ്റ് ഈസ് ഫ്രം ഹിസ് ഈഗോ ദാറ്റ് ഹിസ് ജീനിയസ് സ്പ്രൗട്ട്സ്. മില്ലർ വളരെയധികം ഈഗോയിസ്റ്റിക്കാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈഗോയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീനിയസ് തഴക്കുന്നത്. മില്ലർ ഈസ് ഡിഫറെൻറ്റ് ടു ഇൻ്റർപ്രറ്റ്. മില്ലറിനെ വർണ്ണിക്കുക എന്നുള്ളത് പ്രയാസമാണ്, ഈവൻ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാനും പ്രയാസമാണ്. അറ്റ് ടൈംസ് ഹി ഈസ് ലൈക്ക് എ ലോണറ്റിക്, ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള അസുഖമുള്ള ഒരാളെ പോലെയാണ് ലൂണറ്റിക്, അദ്ദേഹത്തെ പോലെയാണ്. ആംഡ് വിത്ത് എ ഡിക്ഷണറി, ഒരു ഡിക്ഷണറി ആം ചെയ്തിട്ടുണ്ട്. അറ്റ് ടൈംസ് ഹി ഈസ് ലൈക്ക് എ പ്രൊഫറ്റ് ഓഫ് ഡൂം, അവസാന കാലത്തിൻ്റെ ആ പ്രവാചകനെ പോലെയാണ്. യെറ്റ് ദോ ഇറ്റ് ഓൾ ഷൈൻസ് ഹിസ് ഇൻസാറ്റിയബിൾ ആപ്പിറ്റൈറ്റ് ഫോർ ലൈഫ്, ജീവിതത്തോടുള്ള അടങ്ങാനാവാത്ത ആഗ്രഹത്തെ അതിൽ തിളങ്ങുന്നുണ്ട്. റീഡിങ് ദിസ് ബുക്ക്, ഈ പുസ്തകം വായിക്കൽ, ടൈം ആൻഡ് ടൈം, വീണ്ടും വീണ്ടും വായിക്കൽ, ടൈം ആൻഡ് ടൈം അഗെയിൻ, വീണ്ടും വീണ്ടും വായിക്കൽ, മേക്സ് മീ തിങ്ക്, അതെന്നെ ചിന്തിപ്പിക്കുന്നു. ഇറ്റ് ഓൾസോ മേക്സ് മീ റിയലൈസ്, അതെന്നെ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്, ഹൗ മച്ച് ഇൻഫ്ലുവൻസ് ഹിസ് റൈറ്റിംഗ് ഹാസ് ഹാഡ്, അദ്ദേഹത്തിൻ്റെ എഴുത്ത് എത്രത്തോളം സ്വാധീനം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് ഓൺ മീ, എന്നിൽ, ആസ് ആൻ ഓതർ, ഒരു ഓതർ എന്നുള്ള നിലയ്ക്ക്. ഈ എഴുതുന്ന ആളും ഒരു ഓതറാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസ് ഹെൻറി മില്ലർ റെലവൻറ്റ് ഇൻ ദ 21st century? ഹെൻറി മില്ലർ ഈ 21ാം നൂറ്റാണ്ടിൽ പ്രസക്തമാണോ? അബ്സല്യൂട്ട്ലി, തീർച്ചയായിട്ടും. ഹിസ് വർക്ക് ഈസ് ടൈംലെസ്, അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ടൈംലെസ് ആണ്, ഒരു പ്രത്യേക കാലത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. സോ താങ്ക് യു. ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.